നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു സമയത്ത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ റിമൈനിങ് തോട്ട്സ് എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ ഒരു പാസ്റ്റ് എനർജി എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് കാണുന്നത്. കൂടുതൽ പേരും ഒരു സെപ്പറേഷൻ പോലെയൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ റീസൺ എന്നോടെ നോക്കുകയാണെങ്കിൽ, ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ തുടക്കത്തിലായിക്കോട്ടെ, നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വാട്സ് എനർജി ആയിക്കോട്ടെ, ഒരു മാനിപ്പുലേറ്റിംഗ് എനർജി ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പല രീതിയിൽ മാനിപ്പുലേറ്റിംഗ് എനർജി അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് പലരും പല രീതിയിൽ. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളോട് അവർ ബിഹേവ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു പോയതായിക്കോട്ടെ, ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിയായിട്ടൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫ് പോലും ഇല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ വന്നിട്ടുള്ള കൂടുതലും അവർക്ക് കൂടി വേണ്ടപ്പെട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ളവർ, ഭയങ്കരമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ മേ ബി കുറച്ച് പേർക്കെങ്കിലും ഒരു ഫാമിലി തന്നെയായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കണം, ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരായിരിക്കണം. സോ അത്തരം ഒരു ഇതായതുകൊണ്ട് തന്നെ ആവണം അവർ ആ ഒരു സമയത്ത് അവർക്ക് ഒരു വിശ്വസിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികൾ കളിച്ച സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ഇടപെട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നിങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ ഒക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് തെറ്റിദ്ധാരണ പടർത്തി അവരുടെ മനസ്സിനെ ഒന്ന് കൺവേർട്ട് ആക്കി വിടാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സമയത്ത് അത് അവർ വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സംസാര രീതിയിൽ നിന്ന് അവരുടെ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ, ഒക്കെ തന്നെ അവർ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യത്തിന് അവർ ഈ ഒരു സമയത്ത് പോലും, അല്ലെങ്കിൽ ഈ ഒരു റീസണിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ആ ഒരു ടൈം തൊട്ട്, ഒരു സെപ്പറേഷൻ ടൈം വന്ന സമയം തൊട്ട് അവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ നിങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയോ ബിഹേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തത് അവർക്ക് അറിയാം നിങ്ങൾക്കത് എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾക്ക് വേദന തരുന്നതാണ് എന്ന് അവർക്ക് അറിയാം എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആ ഒരു സമയത്ത് അത്രത്തോളം അവർ മാനിപ്പുലേറ്റിംഗ് എനർജി, അല്ലെങ്കിൽ ആ ഒരു മാനിപ്പുലേഷൻ അവർക്ക് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ മനസ്സിനെ, ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാം, അവർക്കും വേണ്ടപ്പെട്ടവർ തന്നെ അങ്ങനെ ഓരോന്നും ഒക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ, ഒരു കാര്യം അവർ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള ഒരു കാര്യം ചെയ്ത സമയത്ത് നിങ്ങൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയും നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരറിയാണ്ട് പോലും എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ഗിൽറ്റ് ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രൈസ്ലെസ് കാർഡ് ആയിക്കോട്ടെ, ക്യൂൻ ഓഫ് കപ്സ് ആയിക്കോട്ടെ, അവർ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ തിരികെ വരണം എന്ന് തന്നെ ആഗ്രഹിച്ച് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് രീതിയിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യിക്കാമോ അതൊക്കെ തന്നെ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി കൈവിട്ട് പോവോ എന്നുള്ളൊരു ഭയമാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർ ചെയ്തു പോയത് തെറ്റാണ്, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ മിസ്റ്റേക്ക് ആണ് എന്നവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ തിരികെ വരണം എന്നായിരിക്കണം അവർ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു ഗിൽറ്റ് ഫീലാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയുള്ള കാർഡ്സ് ഒക്കെ ആണെങ്കിൽ യുനോ കപ്സ് ആയിക്കോട്ടെ, ഈസ് ഓഫ് വാൻസ് ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകൾ അതിയായിട്ട് അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് പോലും നിങ്ങളുടെ മെമ്മറീസ് ആണ്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ്, ഇതൊക്കെ തന്നെ എത്രത്തോളം പ്രീഷ്യസ് ആയിരുന്നു. അത് അവരായിട്ട് തന്നെ ഇല്ലാണ്ടാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് ഇത് ഭയങ്കര വിഷമമാണിപ്പോൾ തരുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ആ ഒരു റീസൺ വെച്ചിട്ട് ഇനി നിങ്ങളായിട്ട് തന്നെ പോണില്ല, അല്ലെങ്കിൽ ഇൻ കേസ് അവരിനി മിണ്ടിക്കൊണ്ട് വന്നാലും
നിങ്ങൾ കുറെ പേരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ഇനി ഡിസിഷൻ എടുക്കുന്നുള്ളൂ എന്നൊക്കെ കരുതിയാലും നിങ്ങൾക്കും ചിലപ്പോൾ അറിയാം അവർ ആ ഒരു സമയത്തെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അവരുടെ മനസ്സിലൊന്നും തന്നെ ഇല്ല. അത്തരം ഒരു അവസ്ഥയിൽ അവർ പറഞ്ഞു പോയതാണ് എന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും പക്ഷെ നിങ്ങൾ പുറമേ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടും എന്തിനാണ് അത് മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് അവരോട് അങ്ങനെ ഒരു ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ പോയത് എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്താണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഇൻഡ്യൂഷൻ പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾക്കും എന്താണ് ഇങ്ങനൊരു ബിഹേവിയർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ ഒക്കെ തന്നെ അവരിൽ നിന്ന് അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറ്റിയത്. സോ അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഫോറസ്റ്റ് വാട്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് അവർ ഒരുപാട് കരയുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് ഓർത്ത് അവർ ഒരുപാട് ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ഒരുപാട് അവർ രാത്രി കാലങ്ങളിൽ പോലും ഒരുപാട് കരയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിങ്ങൾ അവരിലേക്ക് വരണം എന്ന് തന്നെ ഒരു ഒരു ആഗ്രഹത്തോടു കൂടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. തുടക്കത്തിൽ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മജീഷ്യൻ കാർഡായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു മാജിക് പോലെ തന്നെ ഒരു മിറക്കിൾ പോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ മൈൻഡും അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു തയ്യാറാവുകയും അല്ലെങ്കിൽ ഒരു മിറക്കിൾ പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചേഞ്ച് വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളായിക്കോട്ടെ ഇപ്പോൾ വിചാരിക്കുമായിരിക്കും ഇത്രത്തോളം ചിലപ്പോൾ ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ വാക്കുകളായിക്കോട്ടെ, ഒരു ചെറിയ പ്രവൃത്തി ആയിക്കോട്ടെ, പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ വന്നത് എന്നുള്ളതാണ്. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു വാക്കോ കൊണ്ട് വന്ന സമയത്ത് നിങ്ങൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ? ഇപ്പോൾ കാണിച്ചിരുന്ന സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് പോയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇനി എന്തായാലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരിക്കും. കാരണം അവരായിട്ട് ഇനി വരാനും പോണില്ല. നിങ്ങളായിട്ട് ഇനി ചെല്ലില്ലെന്ന് കരുതി തന്നെയാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് പോകുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇനി അവർ വരില്ലായിരിക്കും. ഇതിവിടെ അവസാനിച്ച് കാണുമായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു മജീഷ്യൻ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഒരു മിറക്കിൾ പോലെ നിങ്ങളിലേക്ക് അവർ വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇനിയും ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം അവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. അത് 4 ഹവേഴ്സ് വാട്ട്സ് ആയിക്കോട്ടെ, 5 ഹവേഴ്സ് വാട്ട്സ് ആയിക്കോട്ടെ, ഭയങ്കര വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരണം. ഏതൊരവസ്ഥ ആയിക്കോട്ടെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനെങ്കിലും പോസിബിലിറ്റി ഉണ്ടാവണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്.